ചൂസ് യുവർ സർക്കിൾ വൈസ്ലി. ഈ ഒരു കോട്ട് ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ആൾസോ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോട്ടും കൂടിയാണ്. ബട്ട് നിങ്ങൾ ശരിക്കും ചിന്തിച്ചിരിക്കണോ, യു ആർ ചൂസിങ് യുവർ സർക്കിൾ വൈസ്ലി ഓർ യു ഹാവ് എ ക്വാളിറ്റി സർക്കിൾ? ഇഫ് യുവർ ആൻസർ ഈസ് നോ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. ആൻഡ് ദാറ്റ്സ് വൈ പ്രൈം സർക്കിൾ എന്ന കമ്മ്യൂണിറ്റിയെ ബിൽഡ് ആക്കിയത്. പ്രൈം സർക്കിൾ എന്താണെന്നുള്ള നമുക്ക് ലേറ്റർ പറയാം. ഫസ്റ്റ് ആദ്യം സംസാരിക്കേണ്ടത് നമ്മൾ 20s കുറിച്ചാണ്. നമ്മൾ ഏർലി 20s, ബിക്കോസ് 20s സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ടൈമാണ്. അത്യാവശ്യം എനർജി, ടൈം, ഹെൽത്ത് ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന പ്രൈം ടൈമാണ് 20s. ഇത് നമ്മൾ എത്രത്തോളം അടിപൊളിയായിട്ട് യൂസ് ചെയ്യണോ അത്രത്തോളം നമ്മൾ 50s ഇത് നല്ല രീതിയിൽ റിസൾട്ട് ചെയ്യും. നമ്മൾ 20s വെറുതെ വേസ്റ്റ് ചെയ്തോ 50s നമുക്ക് ഭയങ്കര സഫറിങ് ആവും. ബട്ട് 20s നമ്മൾ ബിൽഡ് ചെയ്തോ, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ വർക്ക് ആയിക്കോട്ടെ, എല്ലാ ബേസിക്കും വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 50s നമുക്ക് വളരെയധികം ഈസി ആവും. ഇപ്പം 20s തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ സർക്കിൾ. അതിനെ കുറിച്ചാണ് ഞാൻ നമ്മുടെ സംസാരിക്കാൻ പോണത്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രം ചൈൽഡ്ഹുഡ്, സ്കൂൾ, കോളേജ് എക്സെട്ര. ഈ ഫ്രണ്ട്സ് ഇല്ലാത്തവരും ഉണ്ടാവും മേ ബി. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഏർലി 20s ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെയുള്ള ഈ സർക്കിൾ ശരിക്കും ക്വാളിറ്റി സർക്കിൾ ആണോ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആണോ, നമുക്ക് ലൈഫിൽ പേർപ്പസ് ഉള്ളവരാണോ എന്നൊക്കെ ഉള്ളത് നോക്കുക. അപ്പോൾ മനസ്സിലാവും നമ്മുടെ സർക്കിൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള സർക്കിൾ ആണെന്നുള്ളത്. കാരണം നമ്മൾ 20s നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഗ്രോ. 20s നമുക്ക് ലോട്ട് ഓഫ് റിസ്ക് എടുക്കാം, ബിക്കോസ് മാരീഡ് അല്ല, റെസ്പോൺസിബിലിറ്റി ഉള്ളവരും ഇല്ലാത്തവരും. ഈവൻ നമുക്ക് 20s ആണ്, നല്ല എനർജി ടൈമും ഉണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളോട് കടന്നു പോവാം. ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവും പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി എക്സാമ്പിൾ എടുത്തത്. ഈ പേഴ്സൺ എയും പേഴ്സൺ ബിയും രണ്ടുപേർക്കും ലൈഫിൽ ഗ്രോ ആവണം. രണ്ടുപേരും ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആണ്, പേഴ്സൺ എയും പേഴ്സൺ ബിയും. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പേഴ്സൺ എന്റെ സർക്കിളും വേറാണ്, പേഴ്സൺ ബിന്റെ സർക്കിളും വേറാണ്. നമുക്ക് പേഴ്സൺ എന്റെ സർക്കിളിനോട് സംസാരിക്കാം. ഈ പേഴ്സൺ എന്റെ സർക്കിളിൽ ഉള്ളവരൊക്കെ ഫിറ്റ്നസ് പ്രിയോറിറ്റൈസ് ചെയ്യാത്തവരാണ്, ലൈഫിൽ ഒരു പേർപ്പസ് ഇല്ലാത്തവരാണ്, ലൈക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാത്തവരാണ്. നമുക്ക് പേഴ്സൺ ബിന്റെ സർക്കിൾ നോക്കാം. പേഴ്സൺ ബിന്റെ സർക്കിൾ ഫിറ്റ്നസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നവരാണ്, ബിസിനസ് മൈൻഡ് പീപ്പിൾ ആണ്, ലൈക്ക് മൈൻഡ് പീപ്പിൾ ആണ്, ലൈഫിൽ ഒരു പേർപ്പസ് ഉള്ളവരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തുണ്ടാകുമ്പോൾ പേഴ്സൺ ബിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും, പേഴ്സൺ എന് ഗ്രോത്ത് കുറവാകും. ബിക്കോസ് പേഴ്സൺ ബിന്റെ സറൗണ്ടിങ്സ് അങ്ങനെയാണ്. സോ അത് പ്രകാരം പേഴ്സൺ ബിന്റെ മൈൻഡ് സെറ്റ് വർക്ക് ആവുക, പേഴ്സൺ ബി ചിന്തിക്കുന്ന കാര്യങ്ങളും അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാവും. പേഴ്സൺ എനെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആവും ഗ്ലോ ചെയ്യാൻ. രണ്ടുപേരും സെയിം ലെവലിലാണ്, ബട്ട് ഇവിടെ ഡിഫറൻസ് മനസ്സിലാക്കണം. പേഴ്സൺ ബീനെ അവിടെ ഗ്രോത്ത് ഉണ്ട്, ബിക്കോസ് ഓഫ് ദ സർക്കിൾ. അപ്പൊ ഈ എക്സാമ്പിളൊക്കെ മനസ്സിലാക്കേണ്ടത്, പ്രശ്നം നമ്മളല്ല, പ്രശ്നം നമ്മുടെ സർക്കിളാണ്. അത് പ്രശ്നമാണോ നമുക്ക് ക്വാളിറ്റി ആണോ എന്നുള്ളത് നമ്മളങ്ങനെ റിയലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ ചോദിച്ചത്, ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കും, യു ആർ ചൂസിങ് യുവർ സർക്കിൾ വൈസ്ലി ഓർ യു ഹാവ് ക്വാളിറ്റി സർക്കിൾ. നൗ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് പ്രൈം സർക്കിൾ. എന്തൊക്കെയാണ് പ്രൈം സർക്കിൾ നടക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ലൈഫിൽ എപ്പോഴും പ്രിയോറിറ്റൈസ് ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. ഇത് നമ്മൾ പില്ലറിലുള്ള സാധനമാണ്. ദാറ്റ് ഈസ് ഫിറ്റ്നസ്, സ്റ്റേയിങ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. സോ ഇതിനൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ സാറ്റർഡേ മോർണിംഗ് ഓർ ഈവനിങ് റണ്ണിനാകും. അത് കമ്പൾസറി ആയിട്ട് ജോയിൻ ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മൾ തലേ ദിവസം ലിസ്റ്റ് ഇടും, അത് പറ്റണവരെ ആഡ് ചെയ്യുക. നമ്മൾ റണ്ണിങ് ലൊക്കേഷൻസ് ചെയ്യുന്നത് കാലിക്കറ്റ് ആണ്. മെജോറിറ്റി ഓഫ് നമ്മുടെ മെമ്പേഴ്സ് ഫ്രം കാലിക്കറ്റ് ആണ്. ബട്ട് കാലിക്കറ്റ് മാത്രമല്ല, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം വരെ നമ്മളിതിൽ മെമ്പേഴ്സ് ഉണ്ട്. സോ ഇഫ് യു ആർ ഫ്രം കേരള എനി വർക്ക്, നമ്മൾ ഇവന്റ്സ് മാസത്തിൽ 1-2 മാക്സിമം ഓഫ്ലൈൻ ഇവന്റ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിപ്പോ ഓഫ്ലൈൻ ആണല്ലോ വന്നത്, നമുക്ക് ഓൺലൈൻ ആക്സസ് ചെയ്യാൻ. നമുക്ക് എല്ലാ മന്തും നമുക്ക് സ്കൂൾ പഠിപ്പിക്കാത്ത നമുക്ക് കുറച്ച് റിയൽ ലൈഫ് ടോപ്പിക്സുകൾ ഉണ്ട്. ഫൈനാൻസ്, ഫിറ്റ്നസ്, മെന്റൽ ഹെൽത്ത്, നമുക്ക് റിയൽ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട കുറച്ച് സംഭവങ്ങളായിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചുള്ള ലൈവ് സെഷൻ എല്ലാ മാസവും ഒരു തവണ ഉണ്ടാവും. അത് പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെഷൻ എടുക്കാം. സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ എല്ലാം വന്നതിൽ നമുക്കൊരു കഫേ മീറ്റപ്പ് ഉണ്ടാവലുണ്ട്. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് എല്ലാവരും ഇരുന്ന് സംസാരിച്ച്, നോ പ്രഷർ, ഭയങ്കര ഫോർമുല അങ്ങനത്തെ പലരുടെ ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഷെയർ ചെയ്യാം. നമ്മൾ പെർസ്പെക്റ്റീവ്സ്, നമ്മൾ ഐഡിയാസ്, ഗോൾസ്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പല പെർസ്പെക്റ്റീവ് നമുക്ക് കേൾക്കാം, നമ്മൾക്ക് അങ്ങോട്ട് പറയാം. ഒരു 2 to 3 ഹവേഴ്സിൽ ഒരു കഫേ സെഷനോ, അത് നല്ല രസമാണ്. ഇതുവരെ നമ്മൾ ചെയ്ത പരിപാടികളൊക്കെ. നമ്മൾ പ്രൈം സർക്കിളിന്റെ എക്സ്ക്ലൂസീവ് ഇവന്റ് ആയ പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് അപ്പെക്സ്. ഇതൊരു റിട്രീറ്റ് പ്രോഗ്രാമാണ്. നമ്മൾ ക്വാർട്ടർലി നടത്തുന്ന പരിപാടിയാണ്. ചുരുക്കിയാൽ പറഞ്ഞാൽ, ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ നീണ്ടും, അതുകൊണ്ട് ചുരുക്കി പറയുകയാണ്, അപ്പെക്സ് എന്നുള്ള പ്രോഗ്രാം ഒരു റിട്രീറ്റ് പ്രോഗ്രാമാണ്. നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുക്കും. നമ്മളവിടെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്, നമ്മൾ ജസ്റ്റ് നോർമൽ പ്രോപ്പർട്ടി എടുത്ത് പോയി നിൽക്കാന്നല്ല, നമ്മളവിടെ ആക്റ്റീവ് ആവുന്ന വർക്ക്ഔട്ട്സ്, റണ്ണിങ്, പൂള്, ലൈക്ക് സ്വിമ്മിങ്, ഇതെല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മീൽസോ, അത് ഹെൽത്തി മീൽസോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്ന്, ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ക്യാമ്പ് ഫയറിലൊക്കെ ഇരുന്ന് നമ്മൾ സംസാരിക്കുകയും ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് ഇതൊക്കെ നമുക്ക് കിട്ടണം. അപ്പം ലൈഫിലൊരു നമുക്ക് ലെസണും കാര്യങ്ങളും എല്ലാം കിട്ടണം. സോ ബേസിക്കലി അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് പോയ അപ്പെക്സ് 1.0 മെയിലായിരുന്നു. നെക്സ്റ്റ് ഇൻഷാല്ല അപ്പെക്സ് 2.0 ഓഗസ്റ്റ് ലാസ്റ്റിലോ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലോ ഉണ്ടാവും.
പിന്നെ മെയിൻലി നമ്മളെ കണക്ഷൻസ്, നമ്മൾ ഡീപ്ലി കണക്ട് ആവും വെൻ വി ട്രാവൽ ടുഗദർ. നമ്മളെ മെമ്പേഴ്സ് നമ്മൾ കണക്ട് ആവും. നമുക്ക് നേരത്തെ നമുക്ക് ഒരു ഐഡിയാസ്, ലൈഫിനെ കുറിച്ച് കുറേ ധാരണകൾ പലരും പല സൈഡിൽ നിന്നും പല ഇൻഡസ്ട്രിയിലുള്ള. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മിക്സ് ആയിട്ട് ഒരു പൂളാവും എല്ലാവരും ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം എവറി ഇവന്റ്സ് ഓർ ആക്ടിവിറ്റീസ്, ഇവിടെ നമുക്ക് കിട്ടാൻ പോണ എ ബഞ്ച് ഓഫ് അമേസിംഗ് പീപ്പിൾ വിത്ത് നൈസ് ക്യാരക്ടർ. നമുക്ക് ഇവിടെ എന്ത് ഡൗട്ടോ കാര്യോ ഷെയർ ചെയ്യാൻ പറ്റിയ സ്പേസ്. ആൻഡ് ഓൾസോ വി ഹാവ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർ ഓൺലി ഫോർ മെമ്പേഴ്സ്. സോ റിമെമ്പർ, യു ആർ ദ ആവറേജ് ഓഫ് ദ പീപ്പിൾ യു ആർ സറൗണ്ടഡ് വിത്ത്. നമ്മൾ മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ചെയ്യണ കാര്യം, ഇതെല്ലാം നമ്മൾ എൻവയോൺമെന്റ് ഈസ് എ ബിഗ് ഫാക്ടർ. യു വാണ്ട് എ ന്യൂ റിയൽ സർക്കിൾ, ന്യൂ എക്സ്പീരിയൻസസ്, ന്യൂ കണക്ഷൻസ് ആൻഡ് കംഫർട്ട് സോൺ പുറത്തിറങ്ങണം. ദിസ് ഈസ് യുവർ റൈറ്റ് പ്ലേസ്. അപ്പോൾ പ്രൈം സർക്കിൾ ഒരു മെമ്പർ ആവാൻ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ. വി ക്യാൻ സീ ഇൻസൈഡ് ദ പ്രൈം സർക്കിൾ, വി ഷുഡ് സീ ഇൻസൈഡ് ദ പ്രൈം സർക്കിൾ. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് പ്രൈം സർക്കിൾ ഉള്ളിൽ കാണുന്നവരാണ് ആക്ഷൻ ടേക്കേഴ്സ്, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് വാച്ചിങ് ദിസ് ആൻഡ് സ്കിപ്പിംഗ്. സോ ബൈ.